वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददान्ति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिविशाखान्वितंश्च हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधाकान्त नमोस्तुते तप्तकाञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिने नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण हरि ओम तत्सत। നമ്മൾ വായിക്കുന്നത് ശ്രീമദ് ഭഗവത്ഗീത ചാപ്റ്റർ 2 ടെക്സ്റ്റ് 64. रागद्वेष विमुक्तैस्तु विषयानिन्द्रियश्चरन् आत्मवश्यैर्विधेयात्मा प्रसादम् अधिगच्छति. रूपेश्री माताजी प्रभु 64 കഴിഞ്ഞവണ എടുത്താണ്, കുഴപ്പമില്ല, കുഞ്ഞു ശ്ലോകം. Okay, no problem. We'll just repeat that. രാഗദ്വേഷ വിമുക്തൈസ്തു വിഷയാനിന്ദ്രിയൈശ്ചരन् ആത്മവൈശ്യർവിധേയാത്മാ പ്രസാദം അധിഗച്ഛതി. But a person free from all attachment and aversion and able to control his senses through regulative principles of freedom can obtain the complete mercy of the Lord. Very good. ഇത് എടുത്തിട്ടുണ്ട്, ശരിയാണത്. അറ്റാച്ച്മെൻറ്റും അവേർഷനെ പറ്റി നമ്മൾ സംസാരിച്ചു ലാസ്റ്റ് ടൈം. ബട്ട് എ പേഴ്സൺ ഫ്രീ ഫ്രം ഓൾ അറ്റാച്ച്മെൻറ്റ് ആൻഡ് അവേർഷൻ ആൻഡ് ഏബിൾ ടു കൺട്രോൾ ഹിസ് സെൻസസ് ത്രൂ റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ഫ്രീഡം ക്യാൻ ഒബ്റ്റെയിൻ ദ കംപ്ലീറ്റ് മെഴ്സി ഓഫ് ദ ലോർഡ്. അപ്പോൾ അറ്റാച്ച്മെൻറ്റ് മാത്രമല്ല, അവേർഷനും ഇല്ലാതിരിക്കണം. ഓക്കെ, ആസക്തി മാത്രമല്ല, എവിടെയാണ് നമുക്ക് അതായത് ചില കാര്യങ്ങളോടൊക്കെ നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അതായത് ആ ഇഷ്ടക്കുറവും എന്താണ്, നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള ഇഷ്ടക്കുറവാണ്. ഭഗവാന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമില്ലെങ്കിലും അത് ചെയ്യാൻ നമ്മൾ താല്പര്യപ്പെടണം. അപ്പോൾ അങ്ങനെ അറ്റാച്ച്മെൻറ്റും പാടില്ല, അവേർഷനും പാടില്ല. 65 പ്രസാദേ സർവദുഃഖാനാം ഹാനിർ അസോപജായതേ പ്രസന്നചേതസോ ഹ്യാസു ബുദ്ധി പര്യവതിഷ്ഠതേ. യെസ്, സർവപാല പ്രഭു. प्रसादे सर्वदुःखानां हानिरस्योपजायते प्रसन्नचेतसो ह्यसु बुद्धि पर्यावतिष्ठते. माताजी. For one thus satisfied in Krishna consciousness, the threefold material miseries of material existence exist no longer. In such satisfied consciousness, one's intelligence is soon well established. Very good. So for one thus satisfied in Krishna consciousness, the threefold miseries of material existence exist no longer. In such satisfied consciousness, one's intelligence is soon well established. അപ്പോൾ ടോട്ടലി 100% കണ്ടൻമെൻറ്റ് കിട്ടിയ ആൾക്കാർ, സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ആൾക്കാർക്ക് ത്രീ-ഫോൾഡ് മിസറീസ് അവർക്ക് ഉണ്ടായിരിക്കും, വരായിരിക്കും, പക്ഷേ അവരെ അത് ബാധിക്കില്ല, എഫക്റ്റീവ് ഇല്ല. എന്താണ് ത്രീ-ഫോൾഡ് മിസറീസ്? ഹരേ കൃഷ്ണ ശ്രീ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. നല്ല പ്രണാം. പ്രണാം. എന്താണ് ത്രീ-ഫോൾഡ് മിസറീസ്? ആധ്യാത്മിക്, ആദിഭൗതിക്, ആദിദൈവിക്. ഹരിബോൾ. ഓക്കെ, ഗുഡ്. അപ്പോൾ അതായത് ടോട്ടലി ഒരു ഭഗവാന്റെ ആ ഭക്തിയുത സേവനത്തിൽ 100% മുഴുകിയിരിക്കുന്ന ഒരു ഭക്തന് അങ്ങനത്തെ യാതൊരു മിസറീസിലും
ഒരു മിസറി ഉണ്ടാവില്ല. ദ ത്രീ ഫോൾഡ് മിസറീസ് ഓഫ് മെറ്റീരിയൽ എക്സിസ്റ്റൻസ് നോ ലോങ്ങർ, ഇറ്റ് എക്സിസ്റ്റ് നോ ലോങ്ങർ. അങ്ങനത്തെ ഇൻ സച്ച് സാറ്റിസ്ഫൈഡ് കോൺഷ്യസ്നെസ് വൺസ് ഇൻ്റലിജൻറ്റ് ഈസ് സൂൺ വെൽ എസ്റ്റാബ്ലിഷ് എന്നാണ് പറയുന്നത്. അപ്പോൾ സവൈ പുംസാം പരോധർമ്മോ യഥോ ഭക്തിർ അധോക്ഷജെ അഹായ്തുകി അപ്രതിഹത യയാത്മ സുപ്രസീദതി. അപ്പോൾ ടോട്ടൽ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ അവിടെ കിട്ടുന്നു. കാരണം അവിടെ അൺഇൻറ്ററപ്റ്റഡ് അൺമോട്ടിവേറ്റഡ് ഡിവോഷണൽ സർവീസാണ് ഭഗവാന് ഒരു ഭക്തൻ കൊടുക്കുന്നത്. സ്വന്തമായിട്ട് യാതൊരു താല്പര്യമില്ല അല്ലേ, എല്ലാം ഭഗവാന്റെ താല്പര്യമാണ്, ഭക്തൻ്റെയും താല്പര്യം. ഗോപികമാരുടെ ആ മൂഡിന് പോലെ അവർക്കൊരു പേഴ്സണൽ അജണ്ട ഇല്ല. അതേപോലെ ഒരു ശുദ്ധ ഭക്തൻ കംപ്ലീറ്റ് ഭഗവാനെ സറണ്ടർ ചെയ്ത് ഭഗവാന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് യാതൊരു പേഴ്സണൽ എക്സ്പെക്റ്റേഷൻ ഇല്ലാണ്ട് സേവനം അനുഷ്ഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ഈ മെറ്റീരിയൽ എക്സിസ്റ്റൻസിൽ ഉള്ള മിസറി ത്രീ ഫോൾഡ് മിസറീസോ ഒന്നും ബാധിക്കില്ല. അത് മാത്രമല്ല നമ്മളുടെ ഇൻ്റലിജൻസ് ആൾസോ ഈസ് വെൽ എസ്റ്റാബ്ലിഷ് ഇൻ ദ സെൻസ് നമ്മൾ വേറൊരു ഡീവിയേഷൻ വരുന്നില്ല. എന്താണോ ഭഗവാന്റെ ഇംഗിതം, ഭഗവാന്റെ ഇച്ഛ, അതനുസരിച്ച് മാത്രമേ നമ്മൾ പ്രവർത്തിക്കുള്ളൂ. നമ്മളുടെ ഒരു ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടല്ല. നമ്മളിപ്പോൾ തൽക്കാലം ടു മേജർ എക്സ്റ്റെൻറ്റ് അല്ലേ നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഈവൻ ഡിവോഷണൽ സർവീസും ചെയ്യുന്നത്. ഭഗവാനെ സേവിക്കുന്നതും നമുക്കൊരു ആത്മസംതൃപ്തി കിട്ടുകയാണ്. കാരണം ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഋഷികേശ സേവനം ഭക്തി രുച്യതേ അല്ലേ. അതായത് ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കേണ്ടത്. അതാണ് നമ്മൾ ആക്ച്വലി ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് ഡിവോഷണൽ സർവീസ് ആണെങ്കിലും കൂടിയിട്ട് എന്തിനു വേണ്ടി നമ്മളുടെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. വ്യത്യാസമല്ലേ? നമ്മളുടെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുന്ന ഡിവോഷണൽ സർവീസും ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുന്ന ഡിവോഷണൽ സർവീസും വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? സുജയ പ്രഭു, എന്താണ് വ്യത്യാസം? രണ്ടും ഡിവോഷണൽ സർവീസാണ്. പ്രഭു, ടോട്ടലി ഭഗവാനിലേക്ക് നമ്മൾ സമർപ്പിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ അത് നിഷ്കാമ ഭക്തിയാണ് പ്രഭു. നമ്മള് എന്തെങ്കിലും ഡിസയർസ് നമുക്കൊരു ചെറിയ ശതമാനം നമുക്ക് തന്നെ ഒന്ന് എൻജോയ് ചെയ്യാനുള്ള ഒരു അല്ലെങ്കിൽ റിസൾട്ട് നമുക്ക് പ്രതീക്ഷ കൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് സകാമ ഭക്തിയാണ്. ഓക്കെ, ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, നിഷ്കാമ ഭക്തി. ഓക്കെ, നിഷ്കാമ ഭക്തി എന്ന് ഒരു സ്റ്റെപ്പ് ഉയരേണ്ടത് നമ്മൾ എല്ലാവരും. എന്താണത്? പ്രേമഭക്തി പ്രഭു. യെസ്, അവിടെ നമുക്ക് ചോയ്സ് ഇല്ല. അവിടെ നമ്മൾ ചൂസ് ചെയ്യില്ല. ഓക്കെ, ഇന്നത് ഞാൻ ചെയ്യും, ഇന്നത് ചെയ്യില്ല. അവിടെ അല്ല, അങ്ങനത്തെ ഒരു ചെറിയൊരു ചൂസ് ചെയ്യാവും നമ്മൾ. നിഷ്കാമ ഭക്തിയിൽ കുറച്ചൊരു ആ ഒരു ടിഞ്ച് എന്നാണ്. നിഷ്കാമ ഭക്തി ശരിയാണ്, പക്ഷേ എങ്കിലും ബട്ട് സ്റ്റിൽ ദർ ഇസ് എ ടിഞ്ച് ഓഫ് സം എക്സ്പെക്റ്റേഷൻ ഓഫ് നെയിം, ഫെയിം ആൻഡ് അതർ തിങ്സ്. പക്ഷേ ഉത്തമ ഭക്തി, അത് പ്രേമഭക്തി എന്ന് പറയുന്നത് അതിലൊന്നുമില്ല. അതായത് ലവർക്ക് വേണ്ടിയിട്ട് ഓക്കെ എന്താണോ അവരുടെ ആഗ്രഹം, അതിൽ നമ്മൾ എത്ര കഷ്ടപ്പാട് സഹിക്കേണ്ടി വന്നാലും ശരി, അത് നമ്മൾ ചെയ്യുന്നു. അതാണ് ദാറ്റ് ഈസ് പ്രേമ. മറ്റേത് കുറച്ച് സം എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടുള്ള ഒരു ആണ്. അവിടെ വി ആർ ചൂസി. അത് പാടില്ല. അതാണ് വ്യത്യാസം അല്ലേ പ്രഭു? അതെ പ്രഭു. പ്രഭു, പക്ഷെ ഒരു സംശയം, നമ്മൾ ആ ഒരു ചെറിയ ശതമാനം നമുക്ക് ആഗ്രഹത്തോട് നമ്മൾ ചെയ്യുമ്പോൾ അപ്പോഴും നമുക്കൊരു സഫറിങ്ങിനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് അല്ലേ പ്രഭു? കിട്ടാതാവുകയാണെങ്കിൽ സഫറിങ്ങിന്റെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാരാബ്ധ കർമ്മം അതുണ്ടായിരിക്കും. പക്ഷേ ഒരു ഡിവോട്ടി ആയി കഴിഞ്ഞാൽ ഭഗവാന് വേണ്ടി ചെയ്യുമ്പോൾ പ്രാരാബ്ധ കർമ്മം ഭഗവാൻ അത് കളയും. അന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞില്ലേ ആ മഹാരാജ്, രാധാ ഗോവിന്ദ് സ്വാമി മഹാരാജ് പറഞ്ഞില്ലേ. ഓക്കെ, നമ്മുടെ ഭഗവാൻ നോക്കുന്നത് എന്താണ്? നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്, നമ്മുടെ സിൻസിയറിറ്റിയാണ് നോക്കുന്നത്. ആ സിൻസിയറിറ്റി ഉണ്ടെങ്കിൽ ഭഗവാൻ എല്ലാം കളയും. അപ്പോൾ ചില ആൾക്കാർ പറയും അപ്രാരാബ്ധ കർമ്മം മാത്രമേ എടുത്തു കളയുള്ളൂ. ഈവൻ പ്രാരാബ്ധ കർമ്മം പോവും. വെട്ട് തള്ളായി മാറ്റുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ?
അപ്പോൾ അതൊക്കെ ഇതാണ്. ഇപ്പോൾ പ്രാരാബ്ധ കർമ്മം, നമ്മൾ പ്രാരാബ്ധ കർമ്മം ആൾറെഡി അത് ഫ്രൂട്ടായി കഴിഞ്ഞു. അപ്പോൾ അത് ബിറ്റർ ഫ്രൂട്ട് ആണെങ്കിൽ അത് നമുക്ക് സഫറിങ് ആണ്, സ്വീറ്റ് ആണെങ്കിൽ അത് എൻജോയ്മെൻ്റ് ആണ്. അതായത് പയസ് ആക്ടിവിറ്റി ഓർ പയസ് റിയാക്ഷൻ ആൻഡ് ഇംപയസ് റിയാക്ഷൻ. അപ്പോൾ അത് പ്രാരാബ്ധ കർമ്മം ആൾറെഡി ഫ്രക്ടിഫൈഡ് ആണ്, അത് നമുക്ക് അനുഭവിച്ച് പറ്റും. അത് ഇംപയസ് ആണെങ്കിലും പയസ് ആണെങ്കിലും. പക്ഷേ നമ്മളുടെ സിൻസിയറിറ്റി അനുസരിച്ച് നോക്കും, സിൻസിയറിറ്റി അത്രത്തോളം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രാരാബ്ധ കർമ്മം വളരെ ഒരു സാമ്പിൾ ഇതായിട്ട് വരുന്നത് മാത്രം. അതിൻ്റെ ഫുൾ 100% ഇൻറ്റൻസിറ്റിയോടുകൂടി നമുക്ക് വരില്ല. അതെടുത്ത് കളയും ഭഗവാൻ എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം ചെയ്യാൻ പറ്റും അല്ലേ? ഭഗവാൻ ഒരു ഭക്തനോട്, ഇപ്പോൾ നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയും, ചില ആൾക്കാർ പറയും സുദാമ, കുചേലൻ ഒക്കെ ഇത്ര നല്ലൊരു ഭക്തനായിട്ടും എന്തിനാണ് സുദാമയ്ക്ക് ഇത്രയും ഒരു പരീക്ഷണം കൊടുത്ത് ചോദിക്കും അല്ലേ? എന്നിട്ടും സുദാമ അല്ലെങ്കിൽ കുചേലൻ വ്യതിചലിച്ചോ തൻ്റെ ഭക്തിയിൽ നിന്ന്? ഉണ്ടോ? ഇത്രയൊക്കെ ഞാൻ ഇത്ര കുട്ടിക്കാലം മുതലൊക്കെ വളരെ നല്ലൊരു ഉത്തമ സുഹൃത്തായിട്ടും എനിക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നില്ലേ? ഭഗവാൻ വേണമെങ്കിൽ അതൊക്കെ നീക്കാമായിരുന്നില്ലേ? എന്തിനാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുത്തിച്ചത്? അതുകൊണ്ട് എനിക്ക് ആ സ്നേഹം ഇപ്പം ഇല്ല, അങ്ങനെ പറഞ്ഞില്ലല്ലോ. ദാറ്റ് ഈസ് ഭക്തി. എന്നിട്ടും മാളികയും ബാക്കി എല്ലാ സൗകര്യങ്ങളും അവിടെ പോർബന്തറിൽ ചെന്നപ്പോൾ കിട്ടിയപ്പോഴും എന്താണ്, എനിക്ക് അപ്പോഴും അദ്ദേഹത്തിന് ആ ആസക്തി ഉണ്ടായിരുന്നില്ല. എനിക്കിതൊന്നും വേണ്ട, കാണിച്ചാൽ ഇതൊക്കെ കിട്ടിയാൽ കുന്തി മഹാറാണി പറയുന്ന പോലെ, അതായത് ഐശ്വര്യങ്ങൾ കിട്ടിയാൽ ഭഗവാനുള്ള സ്നേഹം കുറയും, അതിനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എനിക്കതൊന്നും വേണ്ട, അതൊക്കെ ഒരു സ്റ്റംബ്ലിങ് ബ്ലോക്കാണ്. അതുകൊണ്ട് അതൊന്നൊക്കെ വേണ്ട. അപ്പോൾ കുചേലന് അതൊക്കെ കിട്ടിയിട്ടും അതിനോട് ആസക്തി ഉണ്ടായിരുന്നില്ല. അതാണ് നമ്മളങ്ങനെയല്ല. നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരോടും പറഞ്ഞുകൊണ്ടോ ഞാനൊരു നല്ലൊരു ഭക്തനാണ്, അതുകൊണ്ട് ഭഗവാൻ എനിക്കെല്ലാം തന്നു. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. കണ്ടോ എൻ്റെ ഭക്തി കണ്ടോ, അതുകൊണ്ടാണ് ഭഗവാൻ എനിക്ക് എല്ലാം തരുന്നത് എന്ന് പറഞ്ഞു നടക്കും. അപ്പോൾ ഭഗവാൻ ഓരോ സ്ഥലത്തും പരീക്ഷണം ചെയ്യും. ആ പരീക്ഷണത്തിൽ നമ്മൾ ജയിക്കണം എന്ന് വെച്ചാൽ അതായത് നമ്മുടെ ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടല്ല ഭഗവാനെ സ്നേഹിക്കുന്നത്. ഇതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ ആ തലത്തിലേക്ക് അർജുനനെ കൊണ്ടുവരാണ് ഭഗവാൻ ചെയ്യുന്നത്. ആദ്യം അർജുനനെല്ലാം തൻ്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ആംഗിളിൽ നിന്നായിരുന്നു സംസാരിച്ചിരുന്നത്. ഓക്കെ, അതെന്നെല്ലാം കയറി മുകളിലോട്ട് കൊടുന്നിട്ട് യാതൊരു എക്സ്പെക്റ്റേഷനും ഇല്ല, യാതൊരു മോട്ടിവേഷനും ഇല്ലാണ്ട് തൻ്റെ ക്ഷത്രിയൻ്റെ ദൗത്യം എന്താണ് അത് ചെയ്യുക, അതിൻ്റെ ഫലം ഇച്ഛിക്കാണ്ട് അത് ചെയ്യുക. അത് ചിലപ്പോൾ വിജയമായിരിക്കാം, പരാജയമായിരിക്കാം, അത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടിരാണ് ഭഗവാൻ ഈ ഭഗവത്ഗീതയിലൂടെ ചെയ്യുന്നത്. 66 നാസ്തി ബുദ്ധിർ അയുക്തസ്യ ന ചായുക്തസ്യ ഭാവന ന ചാഭാവയദശാന്തിർ അസന്തസ്യ കുഠാസുഖം. സുഭദ്ര മാതാജി. മ്യൂട്ടാണ് മാതാജി, മ്യൂട്ടാണ്. നാസ്തി ബുദ്ധിരയുക്തസ്യ ന ചായുക്തസ്യ ഭാവന ന ചാഭാവയത ശാന്തി അശാന്തസ്യ കുതസുഖം. ഒരു മിനിറ്റ് കേട്ടോ, സോറി. ഓക്കെ, ആൻഡ് ട്രാൻസ്ലേഷൻ ഉത്തമ ഭക്തി മാതാജി. Hare Krishna, Prabhuji. Hare Krishna. One who is not connected with the Supreme in Krishna consciousness can have neither transcendental intelligence nor a steady mind, without which there is no possibility of peace. And how can there be any happiness without peace? Haribol. So one who is not connected with the Supreme in Krishna consciousness can have neither transcendental intelligence nor a steady mind, without which there is no possibility of peace. And how can there be any happiness without peace? Okay, ശാന്തിയും സമാധാനം ഇല്ലെങ്കിൽ സന്തോഷം എവിടെ വരിക? അപ്പോൾ ഭഗവാനുമായിട്ട് നമ്മൾ യാതൊരു കണക്ഷനും ഇല്ലെങ്കിൽ
ശാന്തി ഉണ്ടാവില്ല. ശാന്തി ഇല്ലെങ്കിൽ സന്തോഷം ഉണ്ടാവില്ല. So unless one is in Krishna consciousness, there is no possibility of peace. So it is confirmed in the 5th chapter 5.29 that when one understands that Krishna is the only enjoyer of all good results of sacrifice and penance, that he is the proprietor of all universal manifestation, and that he is the real friend of all living entities, then only can one have real peace. സിമി മാതാജി, ഏതാണ് ശ്ലോകം? പ്രഭുജി ഈ ലൈൻ പറയുന്നതാണോ ചോദിക്കുന്നത്? അതെ 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 അതെ. ഓർമ്മയുണ്ടോ? ഓക്കെ, ആർക്കറിയാം? എല്ലാവർക്കും അറിയാം. ഹരേ കൃഷ്ണ പ്രഭു 5.29 ആണോ? എനിക്ക് നമ്പർ അറിയില്ല, പക്ഷെ ഞാൻ ഇതിൽ പറഞ്ഞ പറയുന്നത് അത് തന്നെ ആയിരിക്കണം ചിലപ്പോ. ഇത് എൻജോയർ അല്ലേ? ഭോക്താരാം യജ്ഞതപസാമാണ് പ്രഭുജി. യെസ്, ഭോക്താറാം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തി രക്ഷതി. 529 അല്ലേ അതെ അല്ലേ? ഓക്കെ. പ്രഭുജി അപ്പോൾ അതായത് ആർക്കാണ് ശാന്തി സമാധാനം കിട്ടുക? ഭോക്താറാം യജ്ഞതപസാം സർവലോക മഹേശ്വരം. ആരാണ് ഇതിൻ്റെ ഭോക്ത? ആരാണ് ഭോക്ത? എൻജോയർ, ഭഗവാനാണ്. ഇത് മനസ്സിലാക്കുന്നത് സർവലോക മഹേശ്വരം, ഈ കാണുന്ന എല്ലാ ലോകങ്ങളുടെയും ഈശ്വരൻ ഭഗവാൻ കൃഷ്ണനാണ്, ഞാനാണെന്ന്. അതായത് ഭഗവാൻ പറയുന്നു സുഹൃതം സർവഭൂതാനാം, എല്ലാ ജീവജാലങ്ങളുടെയും സുഹൃത്താണ്. അപ്പോൾ ഇതറിയുന്ന ആൾക്കാർക്ക് മാത്രമേ ശാന്തിയും സമാധാനം കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഇതാണ് ഈ therefore if one is not in Krishna consciousness, there cannot be a final goal for the mind. അപ്പോൾ കൃഷ്ണ കോൺഷ്യസ്നെസ്സിൽ, കൃഷ്ണാവബോധത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ശാന്തി സമാധാനം കിട്ടുള്ളൂ. മറ്റവർക്ക് കിട്ടുമായിരിക്കും, ടെമ്പററി, കുറച്ച് നേരം. അത് കഴിഞ്ഞാൽ വീണ്ടും വന്നും പോയി കൊണ്ടേയിരിക്കും. കാരണം വെച്ചാൽ ഇത് ദുഃഖാലയമാണല്ലോ. ഭഗവാൻ തന്നെ പറഞ്ഞിട്ട് ദുഃഖാലയം അശാശ്വതം. അപ്പോൾ ശാന്തിയും സമാധാനം കുറച്ച് നേരം ഉണ്ടായിരിക്കും, അത് കഴിഞ്ഞാൽ വീണ്ടും തഥൈവ. ഓക്കെ. അപ്പോൾ ഇറ്റ്സ് എ മിക്സർ ഓഫ് ഹാപ്പിനെസ് ആൻഡ് മിസറീസ്. ഇവിടെ ആക്ച്വലി ദുഃഖാലയമാണ്, പക്ഷേ അതിൻ്റെ ഇടയിൽ കുറച്ച് ചെറിയ ചെറിയ സുഖങ്ങളും തരും. അത് എന്തിനാണ്? നമ്മളുടെ ഇത് കൂട്ടാൻ വേണ്ടിയിട്ട്, ഇവിടെ കൂടുതൽ ജീവിക്കാനുള്ള ആ ഒരു ഇത് കൂട്ടാൻ വേണ്ടിയിട്ട് ഭഗവാൻ അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ സുഖങ്ങളും തരും. പക്ഷേ the happiness is a gap between two miseries എന്നാണ് പറയുന്നത്. a little gap between two miseries. Okay. So disturbance is due to want of an ultimate goal, and when one is certain that Krishna is the enjoyer, proprietor and friend of everyone and everything, then one can with a steady mind bring about peace. Therefore one who is engaged without a relationship with Krishna certainly always in distress and is without peace. However much he may make a show of peace and spiritual advancement in life, Krishna consciousness is self-manifested, peaceful condition which can be achieved only in relationship with Krishna. Okay. മറ്റേ ആൾക്കാർ ഷോ ഓഫ് ചെയ്താലും കാണിച്ചാലും എനിക്ക് ശാന്തി സമാധാനം സന്തോഷമൊക്കെ ഉണ്ടെന്ന് കാണിച്ചാലും അതൊക്കെ ഒരു ഷോ ഓഫ് ആയിരിക്കും. കാണിച്ചേ ഇപ്പം നമ്മൾ സാധാരണ ചോദിക്കുന്നില്ല, ഹവായി ചോദിക്കുമ്പോൾ ആരെങ്കിലും പറയുന്നുണ്ടോ ഐ എം നോട്ട് ഗുഡ്, ഐ എം നോട്ട് ഫൈൻ? ജനറലി സ്പീക്കിംഗ് എല്ലാവരും ഐ എം ഫൈൻ, ഐ എം സൂപ്പർ ഫൈൻ. പക്ഷെ ശരിക്കും അതാണോ അവരുടെ സ്ഥിതി? ആരോട് ചോദിച്ചാലും ഐ എം ഫൈൻ, സൂപ്പർ ഫൈൻ എന്നൊക്കെ പറയുള്ളൂ. പക്ഷെ അതല്ല, അതൊക്കെ ഒരു ഷോ ഓഫ് മാത്രമാണ്. എക്സ്റ്റേണലി. അപ്പോൾ ഇൻറ്റേർണൽ ശരിക്കുള്ള ഉള്ളിലുള്ള കാര്യം എന്താണ് ചോദിച്ചാൽ അവർ കൂടുതൽ ചോദിക്കാൻ പോയാൽ അപ്പോൾ അവർ ഓരോ കഷ്ടപ്പാടുകളും ഓരോ ബുദ്ധിമുട്ടുകളും പറയാൻ തുടങ്ങും. അല്ലേ സുജയ് പ്രഭു? എന്താ ഹവായി ചോദിച്ചാൽ എന്താ പറയുക ഓഫീസിൽ? പ്രഭു ഇങ്ങോട്ട് ചോദിക്കാനുള്ള ആവശ്യമില്ല. ഇപ്പൊ നമ്മുടെ കമ്പനിയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേഴ്സ്ഡേ ആയ തന്നെ കൂടുതലും അമേരിക്കൻസും ബ്രിട്ടീഷുകാരൊക്കെ അല്ലേ. അപ്പൊ തേഴ്സ്ഡേ തന്നെ നമ്മൾ അങ്ങോട്ട് വിഷ് ചെയ്യുന്നത് ഹാപ്പി തേഴ്സ്ഡേ, ഹാപ്പി വീക്കെൻഡ്. പക്ഷെ ഒരു കാര്യം, ഞാൻ ഇവിടുത്തെ ആൾക്കാരോട് എനിക്ക് വലിയൊരു ഇതാണ്. കാരണം ഞാൻ ഇവരോട് ചോദിച്ചാൽ അൽഹംദുലില്ലാ എന്നാ പറയുക. സി ദാറ്റ് ഇസ് വെരി നൈസ് അവർ ആൻസർ.
ഓക്കെ, എപ്പോഴും ഏത് സമയത്തും അവർ എന്തെങ്കിലും എങ്ങനത്തെ ആൾക്കാരായിക്കോട്ടെ, പക്ഷേ ഏത് സമയത്തും അവർ അവരുടെ ഭഗവാന്റെ പേരെടുക്കും. ബൈ ലാസ്റ്റ് മേഴ്സി നമ്മൾ പറഞ്ഞ കൃഷ്ണാസ് മേഴ്സി പറഞ്ഞിട്ട് എപ്പോഴും അവർ ആ ഒരു സ്ഥിതി എപ്പോഴും നമുക്ക് നമ്മളുടെ ഇതിൽ മാത്രം അങ്ങനെയൊന്നുമില്ല അല്ലേ. നമ്മൾ ഈ സെക്യുലർ ഒരു ചിന്താഗതി വന്നതോടുകൂടി ഭഗവാന്റെ പേരെടുക്കുന്ന ചില ആൾക്കാർക്ക് നാണമാണ്. ഇപ്പം ഒരാളോട് ഹരേ കൃഷ്ണ പറഞ്ഞാൽ അവർ തിരിച്ച് ഹരേ കൃഷ്ണ പറയാൻ ഒരു മടി. മറ്റുള്ളവരെന്ത് വിചാരിക്കും അല്ലേ പ്രഭു? അതെ, മറ്റുള്ളവരെന്ത് വിചാരിക്കും. നമ്മൾ സെക്യുലറിലെ നമ്മൾ ഒരു എന്താ പറയുക ഒരു റിലീജിയസ് ആയിട്ടുള്ള ആളാണെന്ന് വിചാരിക്കും, അങ്ങനെ പലതും. പക്ഷെ അവർക്ക് മറ്റുള്ളവർക്ക് യാതൊരു ഇതുമില്ല. അവർ വളരെ എപ്പോഴും അവരെങ്ങനെ തന്നെ ജീവിച്ചോട്ടെ, അത് വേറെ കാര്യം. പക്ഷെ എപ്പോഴും അവർ ഭഗവാനെ സ്മരിക്കുന്നുണ്ട്. അതിനെ റിയലി വി ഹാവ് ടു അപ്രീഷിയേറ്റ് ദാറ്റ്. വി ഹാവ് ടു റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. ഞാൻ വന്ന സമയത്ത് എന്താ പറയുക, വന്ന സമയത്ത് കുറേ കൊല്ലം മുമ്പേ ബാച്ചലറായിട്ട് താമസിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ബോംബെ നിന്നുള്ളൊരു മുസ്ലിം ഉണ്ടായിരുന്നു, ഫ്ലാറ്റിൽ. എൻ്റെ റൂമിലല്ല, ഫ്ലാറ്റിൽ വേറെ റൂമിൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ഇത്ര 5 പ്രാവശ്യം നമാസ് പഠിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവനും കുരുത്തക്കേടാണ്, എന്താ അതുകൊണ്ട് കാര്യം ചോദിച്ചു. ഡയറക്റ്റ് ആൻസർ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. ചെയ്യുന്നത് കാര്യങ്ങൾ മുഴുവനും അങ്ങനത്തെ കാര്യങ്ങളാണ്, പക്ഷേ ഇത് ഇങ്ങനെ ചെയ്ത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഇപ്പോൾ എനിക്ക് സ്റ്റിൽ ഇറ്റ് ഈസ് റിങ്ങിങ് മൈ. ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഈ 5 പ്രാവശ്യമെങ്കിലും നമ്മൾ ഭഗവാനെ ഓർക്കുന്നുണ്ടല്ലോ, ഭഗവാന് വേണ്ടി ഒരു ഇത് പ്രാർത്ഥന ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങളെന്താ ചെയ്യുന്നതെന്ന് വെച്ച്. നിങ്ങൾക്ക് വല്ല ഒരു സ്ഥിരതയുണ്ടോ? എപ്പോഴെങ്കിലും ഒന്നും നമ്മളൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല ആ സമയത്തും, എപ്പോഴും ചെയ്യുന്നില്ല, അപ്പോഴും ചെയ്യുന്നില്ല. നമ്മുടെ പൊതുവെ എല്ലാവരും അങ്ങനെയാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഭഗവാനെ പോയിട്ട് പോയിട്ട് എന്തെങ്കിലും ദക്ഷിണ ഇട്ട് എന്തെങ്കിലും വഴിപാട് കഴിച്ചിട്ട് എന്തെങ്കിലും ചോദിക്കാമെന്നല്ലാണ്ട്. സോ ഇറ്റ് ഇസ് വെരി ഗുഡ് ആൻസർ ഈ ഗേവ് മി. അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും സമയം ഭഗവാൻ ഓർക്കുന്നുണ്ടല്ലോ, നിങ്ങളെന്താ ചെയ്യുന്നത് വെച്ചത്. 5 സമയം മുടങ്ങാതെ. അത് ആ സമയം അവരെവിടെയാണെങ്കിലും ശരി, എന്ത് തിരക്കാണ് ശരി, അവരത് ചെയ്യും, നമ്മുടെ ആൾക്കാർ ചെയ്യും. പ്രഭു പറഞ്ഞ എത്ര ശരിയാ പ്രഭു. കുറച്ചു ദിവസം മുമ്പ് ഇതുപോലെ ഓഫീസിലേക്ക് 5:15 പോകുന്ന സമയത്ത് റോഡ് സൈഡിൽ പാർക്കിംഗ് സ്ഥലമില്ല പ്രഭു. അവിടെ വണ്ടി ഇട്ട് മറ്റേ പാർക്കിംഗ് ലൈറ്റ് ഓൺ ചെയ്ത് മുമ്പിൽ അവരുടെ മാറ്റൊക്കെ വിരിച്ച് ഒരു 10-15 പേര് സുഖമായിട്ടിരുന്ന് വിളിക്കുക. അപ്പൊ ആലോചിച്ച് നോക്കുക പ്രഭു, അവര് ഇറസ്പെക്റ്റീവ്. ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഓഫീസിൽ 5 മിനിറ്റ് നേരത്തെ എത്തിയ കുറച്ചും കൂടി നല്ലതാണ്, അങ്ങനെയൊന്നും ഇല്ല. അവര് ആ ടൈം ആണെങ്കിൽ അവരത് ചെയ്ത് കഴിഞ്ഞിട്ടേ പോവുള്ളൂ. അത് എവിടെയാണെങ്കിലും ശരി, അതങ്ങനെയാണ്. അപ്പോൾ ദാറ്റ്സ് സോ, അതിന് നമ്മൾ റിയലി അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം, അവരെ കണ്ട് പഠിക്കണം. പിന്നെ എന്തുണ്ടെങ്കിലും അവർ ഭഗവാന്റെ പേരെടുക്കും. 67 ഇന്ദ്രിയാണാം ഹി ചരതാം യന്മനോ വിധീയതേ തദസ്യാഹരതി പ്രജ്ഞാം വായുർനാവം വിവാംബസി. ഓക്കെ, സർവപാല പ്രഭു. इन्द्रियाणां हि चरतां यन्मनो नु विधीयते तदस्याहरति प्रज्ञां वायुर्नवमिवाम्बसि. Translation. As a strong wind sweeps away a boat on the water, even one of the roaming senses on which the mind focuses can carry away a man's intelligence. Very good. As a strong wind sweeps away a boat on the water, even one of the roaming senses on which the mind focuses can carry away a man's intelligence. അപ്പോൾ നല്ലൊരു ഉദാഹരണമാണ്. എങ്ങനെ ഒരു കൊടുങ്കാറ്റുള്ള സമയത്ത് ഒരു ബോട്ടിനെ എങ്ങനെ അത് കാറ്റ് കൊണ്ടുപോകണം, അതേപോലെ നമ്മുടെ റോമിങ് സെൻസസ് എല്ലാ സ്ഥലത്തും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് ഇന്ദ്രിയ തൃപ്തി കിട്ടുന്നത്, എല്ലാ സ്ഥലത്തും അന്വേഷിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ കോണ്ടംപ്ലേറ്റ് ചെയ്യുന്ന സെൻസസിനെ മൈൻഡ് ഫോക്കസ് ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ നഷ്ടപ്പെടുന്നത്? നമുക്ക് എന്താണ് നഷ്ടം വരുന്നത്? ഇൻ്റലിജൻസ്, ആ വിവേക ബുദ്ധി നഷ്ടപ്പെടുന്നു, തിരിച്ചറിവ് നഷ്ടപ്പെടുന്നു, അല്ലേ? എന്ത് ശരി എന്ത് തെറ്റ് എന്നുള്ളത് നഷ്ടപ്പെടും. കാരണം വെച്ചാൽ ഇവിടെ ഇത്രയും സ്ട്രോങ് ആണ് നമ്മുടെ സെൻസസ്, മൈൻഡ് സെൻസസ് കോണ്ടംപ്ലേറ്റ് ചെയ്യുമ്പോൾ അത് ആസ്വദിക്കാനുള്ള ആ ഒരു ഇത് തീവ്ര ഇച്ഛ അതത്രയും സ്ട്രോങ് ആയതുകൊണ്ട് മനസ്സ് അതിലിങ്ങനെ ഫോക്കസ് ചെയ്തിരിക്കുന്ന സമയത്ത് എന്താണ് നഷ്ടപ്പെടുന്നത്? നമുക്ക് നമ്മുടെ ബുദ്ധിയാണ്, വിവേക ബുദ്ധി.
ശരി എന്ത് തെറ്റ് എന്ത് എന്ന് തിരിച്ചറിയാനുള്ള ആ ബുദ്ധി. അപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് എന്താവുന്നു? അടിമയാവുന്നു. ഗോ ദാസ അല്ലേ? എന്താണ് ശ്ലോകം? വാചോ വേഗം മനസാ ക്രോധവേഗം ജിഹ്വാവേഗം ഉദരപ്രസ്ഥവേഗം ഏതാൻ ദേഹം ഏകാൻ ഏകാൻ ഏതാൻ വേഗാൻ യോ വിഷമേത ധീര ധീര സർവം അഭിമാൻ പ്രത്യം സച്ചിഷ്യത്. അപ്പോൾ നമ്മുടെ ഗോസ്വാമി ആണെങ്കിൽ നമ്മുടെ ഈ ഇന്ദ്രിയങ്ങളുടെ അടിമയായിട്ട് തീരില്ല. അപ്പോൾ നമ്മളെല്ലാം ഈ ഇന്ദ്രിയങ്ങളുടെ പുറകെ പോകുമ്പോൾ നമ്മൾ ഇന്ദ്രിയങ്ങളുടെ ദാസനായിട്ട് മാറുന്നു അല്ലേ? അപ്പോൾ അതാണ് വ്യത്യാസം. അപ്പോൾ ഒരു ഗോസ്വാമി ആണെങ്കിൽ നമുക്ക് എല്ലാവരും ആ ഗോസ്വാമിയെ ബഹുമാനിക്കും. കാരണം വെച്ചാൽ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ ഇവിടെ നമ്മൾ പൊതുവെ ഉദാഹരണം വളരെ നല്ല ഉദാഹരണം, ബോട്ട്, ഒരു ചെറിയ ബോട്ട് കൊടുങ്കാറ്റിൽ അതിന് നിൽക്കാൻ പറ്റുമോ? അതിന് എക്സിസ്റ്റൻസ് ഉണ്ടോ? ടേക്സ് ഇമ്മീഡിയറ്റ്ലി. അതേപോലെ നമ്മുടെ സെൻസസും, മൈൻഡ് എവിടെ ഫോക്കസ് ചെയ്യുന്നു? സെൻസസ്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ഇൻ്റലിജൻസും വിൽ ടേക്ക് എ ബാക്ക് സീറ്റ് ആൻഡ് ഇറ്റ് വിൽ ബി ലോസ്റ്റ്. So unless all of the senses are engaged in the service of the Lord, even one of them engaged in sense gratification can deviate the devotee from the path of transcendental advancement. As mentioned in the life of Maharaja Ambarisha, all of the senses must be engaged in Krishna consciousness, for that is the correct technique for controlling the mind. അപ്പോൾ എല്ലാ സെൻസസിനും, എല്ലാ ഇന്ദ്രിയങ്ങളെയും ഭഗവാന്റെ സേവനത്തിൽ അനുഷ്ഠിക്കുകയാണെങ്കിൽ നമുക്ക് പേടിയില്ലാണ്ട് നമുക്ക് കാര്യങ്ങൾ നടത്താൻ പറ്റും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെൻസ് മതി. അന്ന് ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ വിജയം നമ്മുടെ കയ്യിലായിരിക്കില്ല. അപ്പം അംബരീഷ് മഹാരാജാവിൻ്റെ ഒരു ഉദാഹരണം കൊടുക്കാൻ എന്താണ് കാരണം? പ്രഭുപാദ, നവവിധ ഭക്തിയും ഫോളോ ചെയ്യുന്ന ആള്. എല്ലാ നവവിധ ഭക്തിയും ശരിക്കും ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അംബരീഷ് മഹാരാജ്. സുഭദ്ര മാതാജിയുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് എന്താണ് നവവിധ ഭക്തി? രൂപേശ്രീ മാതാജി എന്ന് പറഞ്ഞു. ജഗദീശ്വരനെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം നോക്കായിരുന്നു. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, ആത്മനിവേദനം. സഖ്യം ആത്മനിവേദനം. വന്ദനം, ദാസ്യം. ഓക്കെ. അപ്പോൾ ഓരോ അംഗം, ഓരോ ഡിവോഷണൽ സർവീസിനും ഒരു പെർട്ടിക്കുലർ മഹാത്മാവുണ്ട്. അവരുടെ പേരും കൂടിയും പറഞ്ഞോളൂ. അപ്പോൾ അതും കൂടി. ശ്രവണം, പരീക്ഷിത് മഹാരാജ് 7 ദിവസം ഭാഗവതം കണ്ടിന്യൂസ് കേട്ടോണ്ടിരുന്നത്. കീർത്തനം, ശുകദേവ് ഗോസ്വാമി 7 ദിവസവും കണ്ടിന്യൂസ് ഭാഗവതം പറഞ്ഞ ആള്. ശ്രവണം. വിഷ്ണു സ്മരണം നമ്മുടെ പ്രഹ്ലാദ മഹാരാജ് എന്നും ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ടിരുന്നത്. പാദസേവനം, ലക്ഷ്മി ദേവി ഭഗവാന്റെ പാദങ്ങളിൽ എന്നും സേവ ചെയ്യുന്ന ആള്. അർച്ചനം, അക്രൂരല്ലേ, പൃഥു മഹാരാജ് അല്ല, അക്രൂരര് അർച്ചനം. വന്ദനം, പൃഥു മഹാരാജ്. കൺഫ്യൂഷൻ പ്രവചി 2 അർച്ചനം, വന്ദനം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയോ? അക്രൂരര് വന്ദനമാണ്. അതെ, അക്രൂരര് വന്ദനം. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, പൃഥു മഹാരാജ്. വന്ദനം, സാഖ്യം, അർജുനൻ ഫ്രണ്ട്. ദാസ്യം പറഞ്ഞു. ഹനുമാൻ, സാഖ്യം അല്ല, ദാസ്യം ഹനുമാൻ. ദാസ്യം ഹനുമാൻ പ്രഭുജി, ദാസൻ. പിന്നെ സാഖ്യം അർജുനൻ. അർച്ചനം, വന്ദനം, ദാസ്യം, സാഖ്യം, ആത്മനിവേദനം ബലി മഹാരാജ്. ശരിയായ പ്രഭുജി. ആത്മനിവേദനം എല്ലാം കഴിഞ്ഞ് എല്ലാ നവവിധ ഭക്തിയും അംബരീഷ് മഹാരാജ്. ഇതാണ് 9 types of devoted service. ഓക്കെ, ഇതെല്ലാം എല്ലാറ്റിൻ്റെയും ഉള്ള ഒരു സെയിൻലി പേഴ്സണാലിറ്റിയാണ് ആത്മനിവേദന. ആരാന്ന് പറഞ്ഞു? ബലി മഹാരാജ്.
ബലി മഹാരാജ്. നമ്മുടെ ഓണം എടുക്കാറായില്ലേ? ഉം. വലിയ മഹാരാജ്. ഓക്കെ, അതാണ് 9 types of devotional service. അപ്പോൾ ഇതാണ് ഇവിടെ ആസ് മെൻഷൻ ദ ലൈഫ് ഓഫ് മഹാരാജ അംബരീഷ, ഓൾ ഓഫ് ദ സെൻസസ് മസ്റ്റ് ബി എൻഗേജ് ഇൻ കൃഷ്ണ. അപ്പോൾ നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും ഭഗവാന്റെ സേവനത്തിൽ അനുഷ്ഠിക്കുകയാണെങ്കിൽ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഭഗവാൻ പിന്നെ നോക്കിക്കോളും. നമ്മളുടെ ആ ഒരു സിൻസിയർ എഫേർട്ട് മാത്രമേ വേണ്ടൂ, പിന്നെ ഭഗവാൻ എല്ലാം നോക്കിക്കോളും. എങ്ങനെ അർജുനൻ്റെ തേര് ഭഗവാൻ എങ്ങനെ നയിച്ചുവോ ശരിക്കുള്ള വഴിക്ക്, അതേപോലെ നമ്മളുടെ ഇന്ദ്രിയങ്ങളെയും ഭഗവാൻ ശരിക്കുള്ള വഴിക്ക് നയിക്കും. കാരണം നമ്മളുടെ അതിനുള്ള താല്പര്യം കാണിക്കുന്നു, അതിൻ്റെ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ഭഗവാനെ സേവിക്കാനുള്ള ആറ്റിറ്റ്യൂഡ് ആകുമ്പോൾ ഭഗവാൻ ഫ്രം വിതിൻ നമ്മളെ ഇൻസ്പയർ ചെയ്യും, നമ്മളെ ഇൻസ്ട്രക്റ്റ് ചെയ്യും, നമ്മളെ ഹെൽപ്പ് ചെയ്യും ചെയ്യും. ഇതാണ് തസ്മാത് യസ്യ മഹാബാഹോ നിഗൃഹീതാനി സർവസഃ ഇന്ദ്രിയാനിന്ദ്രിയേഭ്യസ് തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ഉത്തമ ഭക്തി മാതാജി. Hare Krishna Prabhuji. ഹരേ കൃഷ്ണ. Tasmadasya mahabaho nigrahitani sarvasha indriyani indrayathebhyas prajna pradishtita. തസ്യ പ്രജ്ഞ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ട്രാൻസ്ലേഷൻ പറയട്ടെ. പറയും. Therefore, O mighty armed one whose senses are restrained from their objects is certainly of steady intelligence. Okay. Tasya prajna pradishtita. So therefore, O mighty armed one whose senses are restrained from their objects is certainly of steady intelligence. അപ്പോൾ ആരാണ് സ്റ്റഡി ഇൻ്റലിജൻസ് ഉള്ള ഒരാൾ, ഒരു സ്ഥിത പ്രജ്ഞ എന്ന് പറയുന്നതിനുള്ള ആരാണെന്നാണ്, ആരുടെ ഇന്ദ്രിയങ്ങൾ അവരുടെ അധീനത്തിൽ വരുന്നു അവരാണ് ഒരു സ്റ്റഡി ഇൻ്റലിജൻസ് ഉള്ള ആളെന്ന് പറയുന്നത്. വൺ ക്യാൻ കർബ് ദ ഫോഴ്സസ് ഓഫ് സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ ഓൺലി by means of Krishna consciousness or engaging all the senses in the transcendental loving service of the Lord. As enemies are curbed by superior force, senses can similarly be curbed, not by any human endeavor but only by keeping them engaged in the service of the Lord. അപ്പോൾ നമ്മളുടെ സ്വന്തം പ്രയത്നം കൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മുടെ അധീനത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല. ഭഗവാന്റെ മേഴ്സി വേണം, ഭഗവാന്റെ സഹായമില്ലാതെ നടക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഭഗവാന്റെ സേവനത്തിൽ അനുഷ്ഠിക്കേ വേണ്ടു. അതെ, ബാക്കി ഭഗവാൻ ചെയ്തോളും. സ്വന്തം പ്രയത്നം കൊണ്ട് ചെയ്യുന്നത് ആരാണ് സാധാരണ? യോഗികൾ. യെസ്, സ്വന്തം പ്രയത്നം കൊണ്ട്, അവരുടെ സ്വന്തം പ്രയത്നം കൊണ്ട്, സ്വന്തം എഫേർട്ട് കൊണ്ടാണ് അവർ എല്ലാം കൺട്രോളിൽ. പക്ഷേ അവർ അത്ര ഈസിയല്ല അല്ലേ? അപ്പോൾ അവരുടെ ജയം എന്ന് പറഞ്ഞാൽ അത്ര ഈസിയല്ല. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. എസ്പെഷ്യലി ഇന്നത്തെ കാലത്ത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മുടെ അധീനത്തിൽ, നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ആ ഇന്ദ്രിയങ്ങളെ വേറെ ഡൈവേർട്ട് ചെയ്തിട്ട് കുറച്ചുകൂടിയും നല്ല ഹയർ മോഡ് ഓഫ് ഗുഡ്നെസ്സിലുള്ള കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യുക. അതാണ് നമ്മളുടെ സിസ്റ്റം. അതാണ്, ഡു നോട്ട് ട്രൈ ടു കൺട്രോൾ ദ സെൻസ് ബട്ട് ടു എൻഗേജ് ദ സെൻസസ് സംതിങ് ഹയർ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഇന്ദ്രിയങ്ങളെല്ലാം നമ്മളുടെ അധീനത്തിൽ വരും. അതിനുടെ സ്വന്തം കഴിവുകൊണ്ട് നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യാൻ പോയാൽ ചിലപ്പോൾ സാധിക്കും, പക്ഷേ ചാൻസസ് ആർ വെരി ലെസ്, വളരെ വളരെ കുറവാണ്. എസ്പെഷ്യലി ഇന്നത്തെ കാലത്ത്, ഈ ഏജിൽ, കലിയുഗത്തിൽ, ബിക്കോസ് അത്രയും അട്രാക്ഷനും ഡിസ്ട്രാക്ഷനും ഒക്കെ ഉണ്ട്. സോ ദിസ് ഗ്ലാമറസ് വേൾഡിൽ എവിടെ പോയാലും ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കൂടുതൽ എൻഗേജ് ചെയ്യുമ്പോൾ ഭഗവാന്റെ ആ കാരുണ്യം കാരണം നമുക്ക് അത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. സോ വൺ ഹു ഹാസ് അണ്ടർസ്റ്റുഡ് ദിസ്, ദാറ്റ് ഓൺലി ബൈ കൃഷ്ണ കോൺഷ്യസ്നസ് ഈസ് വൺ റിയലി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇൻ്റലിജൻസ്, ആൻഡ് ദാറ്റ് വൺ ഷുഡ് പ്രാക്ടീസ് ദിസ് ആർട്ട് under the guidance of a bona fide spiritual master
ഈസ് കോൾഡ് എ സാധക ഓർ എ സ്യൂട്ടബിൾ കാൻഡിഡേറ്റ് ഫോർ ലിബറേഷൻ. അപ്പോൾ ഇത് സ്വന്തം പ്രയത്നം കൊണ്ട് നടക്കില്ല, ഒരു ഗുരുവിൻ്റെ ആവശ്യം കൂടിയുണ്ട്. അപ്പോൾ എന്തിനാണ് ഗുരു? ഇപ്പോൾ നമ്മൾ ഒരു ഷിപ്പിൽ പോകണം. ഓക്കെ, ഷിപ്പിലൊരു ക്യാപ്റ്റനുണ്ട്. ആ ക്യാപ്റ്റനെ നേവിഗേറ്റ് ചെയ്തിട്ട് നമ്മൾ ശരിക്കുള്ള ആ വഴി കൂടെ കൊണ്ടുപോകണത് നമുക്ക് പറ്റുമോ? പാസഞ്ചേഴ്സിന് പറ്റില്ല. സോ ഗുരു ഈസ് ലൈക്ക് എ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്, ഹു വെരി നൈസ്ലി ടേക്സ് അസ് ഫ്രം വൺ ഷോർ ടു അനദർ പ്ലേസ്. അപ്പോൾ ഇവിടെ ഗുരുവിൻ്റെ പ്രസക്തി കാരണം ഗുരുവിനറിയാം എങ്ങനെ നേവിഗേഷൻ ചെയ്യുന്നത്, എങ്ങനെ നമ്മളെ നയിക്കേണ്ടത്. അപ്പോൾ അത് ആ ഗുരുവിൻ്റെ ഒരു മേഴ്സി കൂടി നമുക്ക് വേണം അല്ലേ. അപ്പോൾ ഇതാണ് ഗുരുവിൻ്റെ. അപ്പോൾ അങ്ങനത്തെ ഒരു ഗുരുവിൻ്റെ മേഴ്സി കൂടി ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആ വ്യക്തിയെ സാധക എന്ന് പറയുന്നു. വൺ ഹു പ്രാക്ടീസസ് സാധന ഈസ് കോൾഡ് സാധക ഓർ എ സ്യൂട്ടബിൾ കാൻഡിഡേറ്റ് ഫോർ ലിബറേഷൻ. അപ്പോൾ നമ്മളെല്ലാം സാധന ചെയ്യുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് നമ്മൾ സാധക. യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗ്രതി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശാ പശ്യതോ മുനേഃ. സിമി മാതാജി. Hare Krishna Prabhuji. ഹരേ കൃഷ്ണ. या निशा सर्वभूतानां तस्यां जागृति संयमी यस्यां जागृति भूतानि सा निशा पश्यतो मुनयः. Okay. And here മാതാജിനെ അയച്ചോളൂ. Translation. What is night for all beings in the time of awakening for the self-control, and the time of awakening for all beings is night for the introspective sage. So, what is night for all beings is the time of awakening for the self-controlled, and the time of awakening for all beings is night for the introspective sage. ഓക്കെ, എന്താണ് സാധാരണത്തെ വ്യക്തിയും അതായത് സെൽഫ് കൺട്രോൾ ചെയ്യുന്ന ഒരു ഡിവോട്ടിയും തമ്മിലുള്ള വ്യത്യാസം? എന്നാൽ അവർക്ക് അവിടെ രാത്രി പകല് രാത്രിയായിട്ട് മാറുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. There are two classes of intelligent man. One is intelligent in material activities for sense gratification, and the other is introspective and awake to the cultivation of self-realization. രണ്ടുപേരും രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ്. ഒന്ന് ഭൗതിക ലോകത്തിൽ വളരെ വളരെ ബുദ്ധിശാലികളാണ്. അവർ എന്തിനാണ് അവരുടെ ബുദ്ധി ഉപയോഗിക്കുന്നത്? ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ദ സോ കോൾഡ് സയൻറ്റിസ്റ്റ്, സ്കോളേഴ്സ്, ഫിലോസഫേഴ്സ് ഫോർ ദെയർ ഓൺ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ. ഓക്കെ, ബാക്കി ചില ആൾക്കാർ എന്താണ്? ഫോർ കൾട്ടിവേഷൻ, ഇൻട്രസ്പെക്റ്റീവ് ആൻഡ് അവേക്ക് ടു ദ കൾട്ടിവേഷൻ ഓഫ് സെൽഫ് റിയലൈസേഷൻ. ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ് അവരുടെ ആ ബുദ്ധി ഉപയോഗിക്കുന്നത്. Activities of the introspective sage or thoughtful man are night for persons materially absorbed. Okay, എന്താണ് പറയുന്നത്? Activities of the introspective sage or thoughtful man are night for persons. എന്താണ് അർത്ഥം? മെറ്റീരിയലി അബ്സോർബ്ഡ്. എന്താണ് ഇവിടെ പ്രഭുപാദം ഉദ്ദേശിക്കുന്നത്? അവര് എൻജോയ് ചെയ്യുന്ന കാര്യങ്ങള്, അതായത് ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നമുക്ക് മീൻസ് എന്താ പ്രഭുജി, റിയലൈസേഷന് വേണ്ടിയുള്ള ആൾക്കാർക്ക് അത് അജ്ഞാനമായിട്ട് തോന്നും, അന്ധകാരമായിട്ട് തോന്നും. മറ്റേ നേരെ തിരിച്ചും ഇവര് അല്ലെങ്കിൽ ഡിവോട്ടീസ് ചെയ്യുന്ന കാര്യങ്ങൾ മറ്റവർക്ക് അന്ധകാരമായിട്ട് തോന്നും. അപ്പോൾ നൈറ്റ് അതായത് പകലും വെളിച്ചും, പകലും രാത്രി ഇവിടെ വിളിച്ചാൽ ഇഗ്നോറൻസും മറ്റേ വാട്ട് യു കോൾ നോളജുമാണ്. ഇതാണ് അതിൻ്റെ അർത്ഥം. നൈറ്റ് ഇൻ ദ സെൻസ് രാത്രി നമ്മൾ ഇഗ്നോറൻസിലാണ്. സ്ലീപ്പ് ഈസ് ഇഗ്നോറൻറ്റ് അല്ലേ? സ്ലീപ്പിനെ, അതായത് നമ്മൾ ഉറക്കത്തിനെ തമോ ഗുണമായിട്ടാണ് കാണുന്നത്. തമോ ഗുണത്തിലാണ്. അപ്പോൾ സേജസ് എന്താ പറയുക, ഉണർന്നിരിക്കുന്ന സമയത്ത് മറ്റുള്ളവർ ഉറങ്ങുകയാണ്, അവർ അന്ധകാരത്തിലാണ്, മാതാജി പറഞ്ഞ പോലെ. So the introspective sage remains alert at the night of the materialistic man. ഇവിടെ ഇവർ ഇന്ദ്രിയതൃപ്തിക്ക് വേണ്ടിയിട്ട് ഓരോ ജോലി ചെയ്യുമ്പോൾ
the sages, അതായത് സാധു ജനങ്ങൾ എന്ത് ചെയ്യുന്നു, സെയിൻലി പേഴ്സണാലിറ്റീസ്, they are also working but not in ignorance but in mode of goodness for self-realization. The sage feels transcendental pleasure in the gradual advancement of spiritual culture, whereas the man in materialistic activity is being asleep to self-realization. അതാണ് അവിടെ രാത്രി. അവർ ഉറങ്ങിക്കിടക്കുകയാണ്. അവർ അതിന് നമ്മൾ പറയുന്നില്ലേ, പട്ടാപ്പകൽ ഒരു ഡേ ഡ്രീമിംഗ് ആണ്, ഉറങ്ങിക്കിടക്കുകയാണ്. Okay. They are being asleep to self-realization. Dreams of varieties of sense pleasure, feeling sometimes happy and sometimes distressed in his sleeping condition. Sleeping condition ശരിക്കുള്ള കണ്ടില്ല, കാണിച്ചാൽ അവർ മെറ്റീരിയൽ ആക്ടിവിറ്റീസിൽ കൂടുതൽ മുഴുകുന്നുണ്ട്, അവർ ഇത് ഇഗ്നോറൻറ്റ് മോഡിലാണ്. ഓക്കെ, അതുകൊണ്ടാണ് സ്ലീപ്പിംഗ് കണ്ടീഷൻ. നോട്ട് ലിറ്ററലി സ്ലീപ്പിംഗ്, ദേ ആർ സ്ലീപ്പിംഗ് ടു സെൽഫ് റിയലൈസേഷൻ. The introspective man is always indifferent to materialistic happiness and distress. He goes on with the self-realization activities undisturbed by material reactions. Okay, അതാണ് വ്യത്യാസം. അപ്പോൾ ഒരു മെറ്റീരിയലി ഇൻ്റലിജൻറ്റ് പേഴ്സണും ഒരു സേജും തമ്മിലുള്ള വ്യത്യാസം. അവർ ചെയ്യുന്നതെല്ലാം അവരുടെ ഇന്ദ്രിയതൃപ്തിക്ക് വേണ്ടിയില്ല. സേജസ് ചെയ്യുന്ന ഇന്ദ്രിയതൃപ്തിക്ക് വേണ്ടിയിട്ടില്ല, നേരെ മറിച്ച് സെൽഫ് റിയലൈസേഷനാണ്. ഒരു മെറ്റീരിയലി ഒരു ഭൗതികവാദി അവർ ചെയ്യുന്നതെല്ലാം ബുദ്ധിപരമായിട്ട് ചെയ്യുന്നതാണെങ്കിലും കൂടിയിട്ട് they are sleeping actually, because they are ignorant. They are not cultivating self-realization, but rather they are trying to enjoy the material nature for their own self-interest. So any points? ഇതിൽ എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടോ? പ്രഭു ശരിക്കും പറയണേ, അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളിൽ ഇവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, ഇവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, അല്ലെ? നേരെ തിരിച്ച സന്യാസി അല്ല, ഇവിടെ തന്നെ നമുക്ക് കണക്കാക്കുകയാണ്, ഇവിടെയുള്ള ആളുകളൊക്കെ രാത്രി മുഴുവൻ കറക്കുമായിരിക്കും. അതേസമയം ഒരു സന്യാസി അല്ലെങ്കിൽ ഡിവോട്ടീസിനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രഭുപാദനെ നോക്കിയാലും 10-12 ഉറങ്ങും, 12 മണിക്ക് നീക്കും, എഴുന്നേറ്റ് പിന്നെ എന്താ പറയുക, ഭാഗവതം ട്രാൻസ്ലേഷനാണ്. ഓക്കെ, സോ 2-2.5 മണിക്കൂറൊക്കെ ഉറങ്ങുള്ളൂ. ഓക്കെ, മറ്റുള്ളവർ ഭൗതിക തലത്തിൽ എൻജോയ് ചെയ്യുന്ന സമയത്ത് ശ്രീല പ്രഭുപാദ് എന്താണ് ചെയ്യുന്നത്? ഭാഗവതം ട്രാൻസ്ലേഷൻ ചെയ്യാൻ ചെയ്യുന്നത്. പ്രഭു, നമ്മുടെ ഈ ഇതിനകത്തൊരു വാക്കുണ്ട്, അതായത് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്, പക്ഷെ ഔട്ട് ഓഫ് ഫേസും കൂടിയാണ്. ഞാൻ ചിന്തിക്കുമ്പോൾ പ്രഭു പറഞ്ഞ അതേ പോയിന്റ് കാണുമ്പോൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാര് ലൈക്ക് ഒരു 10 o'clock to 4 o'clock അവരുടെ സെൻസസ് മൊത്തം അവര് വേൾഡ്ലി പ്ലഷർ ആക്ടിവിറ്റീസിലാണ് അവർ എൻഗേജ് ചെയ്യുന്നത്. ആൻഡ് സ്പിരിച്വലി അവേക്കൻ ആയിട്ടുള്ള ഒരാള് ഒരു പക്ഷെ ഒരു 4 മണിക്കായിരിക്കും എണീക്കുന്നുണ്ടാവുക. ആൻഡ് അദ്ദേഹം സെൻസസിനെ മെറ്റീരിയലല്ല, ഭഗവാന്റെ ലോട്ടസ് ഫീറ്റിലാണ് എൻഗേജ് ചെയ്യുന്നത്, അല്ലെ പ്രഭു? അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഔട്ട് ഓഫ് ഫേസും ആണ്. ശരിയാണ്, തീർച്ചയായിട്ടും. ഇത് ഇത്ര ഈസിയല്ല ഇത് മനസ്സിലാക്കാൻ തന്നെ. കാരണം വെച്ചാൽ ഇത് വാട്ട് ഈസ് നൈറ്റ് ഫോർ ഓൾ ബീയിങ്സ് ഈസ് ദ ടൈം ഓഫ് അവേക്കനിങ് ഫോർ ദ സെൽഫ് കൺട്രോൾ, ആൻഡ് ദ ടൈം ഓഫ് അവേക്കനിങ് ഫോർ ഓൾ ബീയിങ്സ് ഈസ് നൈറ്റ് ഫോർ ദ ഇൻട്രോസ്പെക്റ്റീവ് സൈ. അപ്പോൾ എത്ര വായിച്ചാലും അത്ര ഈസി ആയിട്ട് ഇതിൻ്റെ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, അല്ലേ? അതിൻ്റെ പൊരുൾ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, അല്ല? ഒരു പ്രാവശ്യം വായിച്ചാൽ മനസ്സിലാവോ? ഓ സിമി മാതാജി? ഇല്ല പ്രഭുജി, അന്ധകാരം എന്ന് വന്നപ്പോഴാണ് കുറച്ചെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ പറ്റിയ. അറ്റ്ലീസ്റ്റ് അവര് ചെയ്യുന്നത് നമുക്ക് എന്താ പറയാ, മെറ്റീരിയൽ ആളുകൾക്ക് ഇങ്ങനെ ഭയങ്കര പൂജയൊക്കെ ചെയ്യുമ്പോ ഇവർക്ക് വേറെ പണിയില്ലേ എന്നൊരു തോന്നല് വരും. ഇല്ല, അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ് ആയിരിക്കും. അതുപോലെ അറിയുന്ന ആളുകൾക്ക് മറ്റുള്ള ഒരു ടൂ മച്ച് മെറ്റീരിയൽ ഇങ്ങനെ കിടന്ന് പാടുമ്പോ ഇവർ എന്തായി കാണിക്കുന്നതെന്ന് അങ്ങോട്ട് തോന്നും, ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അന്ധകാരം എന്ന് പറഞ്ഞപ്പോഴാണ് എന്തെങ്കിലും ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റിയത്. നൈറ്റ് ഡേ ഇത് മനസ്സിലായിണ്ടായിരുന്നില്ല. അതെ, രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നും അബ്നോർമൽ ആണ് ഇവര്, അല്ലേ? ഒരു മെറ്റീരിയലി ഓറിയന്റഡ് പേഴ്സൺ തോന്നും ഈ സാധുക്കളെ അവർക്ക് എന്താ, ഈസ് ആൻ അബ്നോർമൽ പേഴ്സൺ. പക്ഷെ ഹൂ ഈസ് ആക്ച്വലി അബ്നോർമൽ സാധുവിനറിയാം.
പ്രഭു നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ, അതായത് ഭൗതിക ലോകവും ആധ്യാത്മിക ലോകവും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മിറർ ഇമേജ് പോലെയാണെന്നുള്ളത്, ഒരു റിവറിന്റെ മുകളിലുള്ള റിഫ്ലക്ഷൻ പോലെ. അതിന് കുറെ ആസ്പെക്ട്സിൽ കാണാൻ പറ്റുന്നുണ്ട് പ്രഭു. വൺ ഓഫ് ദി എക്സാമ്പിൾസ് ഇസ് ദിസ്, അല്ലേ പ്രഭു? അതെ അതെ. ഓക്കെ, നെക്സ്റ്റ് 70, നെക്സ്റ്റ് ക്ലാസ് മൺഡേ അല്ലേ? നെക്സ്റ്റ് മൺഡേ ഉണ്ടാവില്ല കേട്ടോ.